ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ MySQL വർക്ക് ബെഞ്ച് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ആക്കേണ്ടതെന്ന് പറയാം. ഇത് KTU MCA സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു ലാബാണ് MySQL. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് MySQL വർക്ക് ബെഞ്ച്. അപ്പോൾ അതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അതിന് ആദ്യം ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് വെബ് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് അതിൽ കയറാം. അതിൽ പോയിട്ട് MySQL എന്ന് സെർച്ച് ചെയ്യണം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഒരെണ്ണം വരും MySQL https://www.mysql.com. അങ്ങനെ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം MySQL. അത് ക്ലിക്ക് ചെയ്ത് അകത്ത് പോകണം. അകത്ത് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ mysql.comലായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യണം. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകണം. സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റിൽ MySQL കമ്മ്യൂണിറ്റി GPL ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് പോകണം. അത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കാണിക്കും. ഇതിൽ കയറിയിട്ട് ഡൗൺലോഡ് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ 2.1 M ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനിൽ 352.2 M ആണ്. അതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. അതിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജിലോട്ട് പോകും. അതിൽ നോ താങ്ക്സ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഡൗൺലോഡ് അവിടെ സ്റ്റാർട്ടാവും. ഇത് 352 MB ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ എന്ന്. ഇനി ഒരു പെർമിഷൻ ചോദിക്കും. ഡു യു വോണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ്. അപ്പോൾ അതിന് എസ് കൊടുക്കാം. എസ് കൊടുത്താൽ അത് കണ്ടിന്യൂ ആയിക്കോളും. പ്ലീസ് വെയിറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. എന്നിട്ട് അതിൻ്റെ പ്രോസസ്സ് അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും ഡു യു വോണ്ട് ടു അലോ എന്ന്. അപ്പോൾ വീണ്ടും എസ് കൊടുത്താൽ മതി. യെസ്, നമ്മൾ ആ ഒരു പെർമിഷൻ എസ് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ MySQL ഇൻസ്റ്റാളർ ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് ഓരോ ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ചൂസിങ് എ സെറ്റപ്പ് ടൈപ്പ്. ഇതിൽ കസ്റ്റമാണ് സെലക്ട് ചെയ്യേണ്ടത്. കസ്റ്റം ഫോർത്ത് ഓപ്ഷനായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യണം. കസ്റ്റം സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഇതിൽ അവൈലബിൾ പ്രോഡക്റ്റ്സ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ, അതിൽ പോയിട്ട് ആദ്യം MySQL സെർവർ ക്ലിക്ക് ചെയ്യണം. ദെൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരും MySQL സെർവർ. അതും ക്ലിക്ക് ചെയ്യുമ്പോൾ MySQL സെർവർ 8.0 വരും. അതും കൂടി ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ MySQL സെർവർ 8.0.41 അങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് രണ്ടിനും നടുക്കുള്ള ആ ഒരു ആരോ ഇല്ലേ, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന ആരോ ഗ്രീൻ കളർ ആവും. ആ ഗ്രീൻ കളർ ആയിട്ടുള്ള ആരോ, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന ആരോ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഈ സൈഡ് മൂവായി. ഇനി അതേപോലെ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യണം. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് 3 ഓപ്ഷൻ വരും. MySQL വർക്ക് ബെഞ്ച്, ഷെല്ല് ഇതേപോലെ അങ്ങോട്ടാക്കണം. MySQL വർക്ക് ബെഞ്ച് കൊടുക്കുമ്പോൾ പിന്നെയും MySQL വർക്ക് ബെഞ്ച് 8.0 വരും. പിന്നെ അത് കൊടുക്കണം. പിന്നെയും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ MySQL വർക്ക് ബെഞ്ച് 8.0.41 വരും. അതിനെയും ക്ലിക്ക് ചെയ്തിട്ട് മെയിലുള്ള ആരോ ഗ്രീൻ കളർ ആവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഇതേപോലെ MySQL ഷെല്ലും കൂടി ചെയ്യണം. MySQL ഷെല്ലിൽ ഇതിലെല്ലാം ആ പ്ലസ് സൈനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് MySQL ഷെൽ 8.0 വരും. വീണ്ടും പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ MySQL ഷെൽ 8.0.41 വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് മെയിലുള്ള ആ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ഈ 3 പ്രോഡക്റ്റ് നമുക്ക് മൂവായി. ഈ 3 പ്രോഡക്റ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ആക്കാൻ പോകുന്നത്. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ 3 പ്രോഡക്റ്റ്സും റെഡി ടു ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അത് നമ്മൾ എക്സിക്യൂട്ട് കൊടുക്കണം. എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ അത് 3ഉം ഇൻസ്റ്റാളായി വരും. ഇൻസ്റ്റാൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ലാപ്ടോപ്പ് കുറച്ച് സ്ലോ ആണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. നമുക്ക് നല്ല ഫാസ്റ്റ് പ്രോസസ്സിങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഇത് 3 കംപ്ലീറ്റ് ആയതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഇതിൽ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പ്രോഡക്റ്റ് കോൺഫിഗറേഷൻ, അടുത്ത് ടൈപ്പ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഉണ്ട്. അതിൽ പോർട്ട് നമ്പർ 3306 ആണോ എന്ന് നോക്കണം. അത് ഓക്കെ ആണെങ്കിൽ കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. ഇതെല്ലാം ഡീഫോൾട്ടാണ്, നമുക്ക് ചെയ്യാനൊന്നുമില്ല. നെക്സ്റ്റ് പിന്നെ ഒത്തൻറ്റിക്കേഷൻ മെത്തേഡ് യൂസ് സ്ട്രോങ് പാസ്വേഡ് എൻക്രിപ്ഷൻ, അത് ഓട്ടോമാറ്റിക്കലി കാണും. അപ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക്
പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് പാസ്വേഡ് ഇടണം. സ്ട്രോങ് പാസ്വേഡ് ഇല്ലെങ്കിലും വർക്കാവും. ഞാൻ കൊടുത്തത് വീക്ക് പാസ്വേഡാണ്, അത് വർക്കായി. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് വേണമെങ്കിൽ സ്ട്രോങ് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ക്യാരക്ടർ, നമ്പർ ഇങ്ങനെ എല്ലാം വെച്ച് കൊടുത്താൽ മതി, നമുക്ക് സ്ട്രോങ് പാസ്വേഡ് കിട്ടും. ഇപ്പോൾ ഇടുന്ന പാസ്വേഡ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോണം, ബിക്കോസ് അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ യൂസ് ആവുന്നത്. ഞാൻ എൻ്റെ ലാപ്പിൽ ചെയ്തപ്പോൾ ഈ പാസ്വേഡ് മറന്നുപോയി, അതുകൊണ്ട് എനിക്ക് അടുത്തത് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഇതിൽ ഫോർഗെറ്റ് പാസ്വേഡ് അങ്ങനെ ഒരു ഓപ്ഷനല്ല. നമ്മൾ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ ക്യാൻസൽ ചെയ്തിട്ട് ആദ്യം തൊട്ട് ഇൻസ്റ്റാൾ ആക്കേണ്ടി വരും. അപ്പോൾ ഈ പാസ്വേഡ് ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പാസ്വേഡ് ഓർമ്മയിരിക്കുന്ന പാസ്വേഡ് ഇട്ട് വെച്ചാൽ മതി. ദെൻ പാസ്വേഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോസ് സർവീസ് വരും. ഇതെല്ലാം ഡീഫോൾട്ടാണ്, അത് നെക്സ്റ്റ് കൊടുത്ത് വിടാം. പിന്നെ സെർവർ ഫയൽ പെർമിഷൻ, അതിൽ ഫസ്റ്റ് വൺ ആണോ ഉള്ളതെന്ന് നോക്കണം. യെസ്, ഗ്രാൻഡ് ഫുൾ ആക്സസ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റിൽ അപ്ലൈ കോൺഫിഗറേഷൻ ഉണ്ട്, അത് എക്സിക്യൂട്ട് കൊടുക്കണം. എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ ഈ കോൺഫിഗറേഷൻസ് എല്ലാം അപ്ലൈ ആയി കിട്ടും. ഇത് കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യണം. പിന്നെ ഇത് ഫുൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫിനിഷ് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഫിനിഷ് കൊടുക്കാം. ഫിനിഷ് കൊടുക്കുമ്പോൾ പ്രോഡക്റ്റ് കോൺഫിഗറേഷൻ ചോദിക്കും. MySQL സെർവർ സ്റ്റാറ്റസ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ്, അതിൽ ഫിനിഷ് കൊടുത്താൽ മതി. ഓക്കെ, ഫിനിഷ് കൊടുത്തു. ഇങ്ങനെ ഒരു ടെർമിനൽ വരും, അത് മിനിമൈസ് ചെയ്തിട്ടാൽ മതി. ഇതാണ് വർക്ക് ബെഞ്ച്. ഇതും ജസ്റ്റ് മിനിമൈസ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ വർക്ക് ബെഞ്ചിൻ്റെ അകത്ത് പോവാം. പിന്നെ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളുടെ ഫയൽ എക്സ്പ്ലോറർ, നമ്മളുടെ ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ലോക്കൽ ഡിസ്ക് അല്ലെങ്കിൽ സി ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ കാണിക്കും, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കും, അതെടുക്കണം. പ്രോഗ്രാം ഫയൽസ് *86 ഉണ്ട്, അതെടുക്കണം. പ്രോഗ്രാം ഫയൽസ് എന്ന് മാത്രം ഒരെണ്ണമുണ്ട്, അതെടുക്കണം. അതെടുക്കുമ്പോൾ MySQL എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ പോകുമ്പോൾ MySQL സെർവർ ഉണ്ട്, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ദെൻ അതിൽ പോകുമ്പോൾ ബിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ മെയിലിൽ ദിസ് PC, നമ്മൾ ഏത് പാത്തിലാണോ പോയി ആ പാത്ത് മെയിലിൽ കാണിക്കത്തില്ലേ, ദിസ് PC, ലോക്കൽ ഡ്രൈവ്, പ്രോഗ്രാം ഫയൽസ്, MySQL സെർവർ, ബിന്ന്. ആ ബിന്നിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്ലിക്ക് ചെയ്യണം. ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ ചെയ്താൽ മതി. അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ബ്ലൂ കളറിൽ വരും, അത് ജസ്റ്റ് Ctrl+C കൊടുത്ത് കോപ്പി ചെയ്താൽ മതി. ഇനി ഇത് കോപ്പി ചെയ്തിട്ട് ഈ ഒരു വിൻഡോ മിനിമൈസ് ചെയ്തിടാം. ദെൻ നമ്മളുടെ സെർച്ചിൽ പോയിട്ട് എൻവിറോൺമെൻറ്റ് വേരിയബിൾ എന്ന് സെർച്ച് ചെയ്യണം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും, എഡിറ്റ് ദ സിസ്റ്റം എൻവിറോൺമെൻറ്റ് വേരിയബിൾസ്, അത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇതിൽ അഡ്വാൻസ്ഡ് ആണോ കിടക്കുന്നത് എന്ന് നോക്കണം. എൻ്റേതിപ്പോൾ അഡ്വാൻസ്ഡിലാണോ ഉള്ളത്, അതേപോലെ നിങ്ങളുടേതും അഡ്വാൻസ്ഡ് ആണോ എന്ന് നോക്കണം. ആണെങ്കിൽ അതിൻ്റെ താഴെ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ദെൻ അത് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ താഴെ സിസ്റ്റം വേരിയബിൾസ് 2 ബോക്സ് ആയിട്ടാണ് കിടക്കുന്നത്. മേളിൽ യൂസർ വേരിയബിൾ ഫോർ NP, താഴെ സിസ്റ്റം വേരിയബിൾസ്. സിസ്റ്റം വേരിയബിൾസിൽ വന്നിട്ട് ആ പാത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇതിൽ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ന്യൂ ക്ലിക്ക് ചെയ്യണം. ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. അതിൽ നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്താൽ മതി. Ctrl+V കൊടുത്താൽ പേസ്റ്റ് ആവും. പേസ്റ്റ് ആക്കിയതിന് ശേഷം OK കൊടുക്കണം. പിന്നെ അടുത്തൊരു OK കൊടുക്കണം, അടുത്തൊരു OK കൊടുക്കണം. മൊത്തം 3 OK കൊടുക്കാനുണ്ട്. വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഇനി ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ, പ്രോപ്പർലി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കണം. സെർച്ചിൽ പോയിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്താൽ മതി, നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പണായി വരും. അപ്പോൾ അതിൽ MySQL സ്പേസ് -- വെർഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. MySQL സ്പേസ് -- വെർഷൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയ ആ ഒരു വേർഷൻ ഇതിൽ കാണിച്ചാൽ പ്രോപ്പർലി ഇൻസ്റ്റാൾ ആയി എന്നാണ് മീനിങ്. ഇപ്പോൾ ഇതിൽ വേർഷൻ 8.0.41 എന്ന് വന്നു. അപ്പോൾ ഇത് പ്രോപ്പർലി ഇൻസ്റ്റാൾ ആയി എന്നാണ് മീനിങ്. ഇനി നമുക്ക് MySQL വർക്ക് ബെഞ്ച് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഈ ലോക്കൽ ഇൻസ്റ്റൻസ് MySQL 80 അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് ഇടാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഏത് പാസ്വേഡാണോ ആദ്യം സെറ്റ് ചെയ്തേ ആ പാസ്വേഡ് ഇടണം. ഇട്ടിട്ട് റിമെമ്പർ
സേവ് പാസ്വേഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ എഗെയിൻ പാസ്വേഡ് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വന്നു, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ പുതിയൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫയലിൻ്റെ താഴെ ഒരു ഓപ്ഷൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരും. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ നമ്മളുടെ കോഡൊക്കെ അടിച്ച് MySQL വെച്ച് വർക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു കോഡ് അടിക്കുകയാണ്, ക്രിയേറ്റ് ഡേറ്റാബേസ് സാമ്പിൾ സെമിക്കോളൻ, ഇങ്ങനെ അടിച്ചാൽ മതി. ഇത് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ്. ഇനി ഇതിൽ നമ്മൾ റൺ ചെയ്യേണ്ട ടൈപ്പാണ്, നമ്മൾ ഇത് ലൈൻ ബൈ ലൈനാണ് റൺ ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ വെച്ചിട്ട് Ctrl+Enter പ്രസ് ചെയ്യണം. അപ്പോൾ ഇത് റൺ ആവും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് താഴെ കാണിക്കും, സക്സസ് ആണോ ഒരു ഇതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസിൽ ഇതിലെങ്ങനെ കോഡ് ചെയ്യണം, ഇതിൽ എന്തൊക്കെ സിൻടാക്സസ് ഉണ്ട്, എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്ന് നോക്കാം. താങ്ക്